എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്സിൻ്റെ വീഡിയോസ് ചെയ്തു. എല്ലാവരും പഴയതൊക്കെ കണ്ടു നോക്കണം കേട്ടോ. അതുപോലെ ഇന്നത്തെ ടിപ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോഴും അതുപോലെ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയിട്ടൊക്കെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മുട്ട എടുത്തിട്ട് ഇതേ രീതിയിൽ ഞാൻ പിടിച്ചിട്ടുള്ള പോലെ ചെരിച്ച് പിടിക്കുക. എന്നിട്ട് കത്തി വെച്ചൊന്ന് ചെറുതായിട്ട് നടുവിൽ തട്ടിക്കൊടുക്കുക. അപ്പോൾ അത് പൊട്ടും. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു പാത്രം അടിയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വിടർത്തുമ്പോൾ താഴേക്ക് വെള്ള ഭാഗം വീഴും. അപ്പോൾ ഒരു ഭാഗത്ത് മഞ്ഞ കിട്ടും. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ മഞ്ഞ പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ തവണയും മറ്റേ സൈഡിൽ നമുക്ക് വെള്ള കിട്ടും. അപ്പോൾ അത് താഴോട്ട് ഒഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ മുട്ടയുടെ വെള്ള മാത്രമേ കിട്ടുന്നുള്ളൂ, മഞ്ഞ വേറെ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചില സമയത്ത് ഈ ഒരു വെള്ള മാത്രം ആവശ്യമുള്ളെങ്കിൽ മഞ്ഞ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. അത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ മഞ്ഞക്കരുവിനെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് മഞ്ഞ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ മഞ്ഞ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഒച്ചിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നതാണ് ഒച്ചിനെ കളയാനുള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ നല്ലോണം ഉപ്പിട്ടിട്ട് ഉപ്പ് വെള്ളം തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടെങ്കിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒച്ചിനെ കാണുമ്പോൾ അതിൻ്റെ മേത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചത്തുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ അതാണ് എനിക്കറിയാവുന്ന ഒരു മെത്തേഡ്. പിന്നെ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്പ്രേ ചെയ്താലും അത് ചത്തുപോകും. പിന്നെ സാനിറ്റൈസർ നമുക്ക് ഒരുപാട് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് വിലയൊക്കെ കൂടുതലല്ല. അപ്പോൾ പറ്റുന്നവർ അത് ചെയ്ത് നോക്കൂ. അല്ലാത്തവർ ഈ ഉപ്പുവെള്ളം ട്രൈ ചെയ്യാം. അതുപോലെ ഉപ്പുവെള്ളവും നമ്മുടെ ബ്ലീച്ചിങ് പൗഡറും കൂടിയിട്ടുള്ള മിക്സും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലെ കത്തിയൊക്കെ മൂർച്ച കൂട്ടാനുള്ള സിമ്പിളായിട്ടുള്ള പണ്ട് തൊട്ടേ എല്ലാവരും ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ പണ്ട് ഇങ്ങനെ മൂർച്ച കൂട്ടാറുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലിൻ്റെ ഇടിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതുമ്പോഴും നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ ഉരച്ചിട്ട് മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ കല്ല് കമത്തി പിടിച്ചിട്ട് അതിൻ്റെ ബാക്കിലായാലും നമുക്ക് ഉരച്ചെടുക്കാം. എന്തായാലും രണ്ടിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തന്നെ മൂർച്ച കൂടി കിട്ടും. അപ്പോൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു രീതിയല്ല. അപ്പോൾ ഇപ്പോൾ അമ്മിക്കല്ലൊന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. അപ്പോൾ ഈ കല്ല് കാണുമല്ലോ. അപ്പോൾ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യൂ. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ മഴക്കാലത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാറുണ്ട്. അപ്പോൾ അത് പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഓയിൽ ഇതിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പീസോ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡിന് അത്ര ആവശ്യം ഇങ്ങനെ വരില്ല അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് ഇടവിട്ടിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് പൂപ്പൽ പിടിച്ചിരിക്കുന്നുണ്ടാവുന്നത്, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ഒക്കെ കൂടുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന അതോ അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ടുള്ള കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ പൂപ്പൽ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. അടുത്ത ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇതുപോലത്തെ കണ്ടെയ്നറുകളിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ മാർക്കർ പെൻ വെച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഏതാ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഏതാണെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാവാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം നൈസായിരിക്കും. മൈദപ്പൊടിയൊക്കെ തൊടുമ്പോഴത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. മറിച്ച് ബേക്കിംഗ് സോഡ നമ്മൾ തൊടുമ്പോൾ ഒരു ഉപ്പൊക്കെ തൊടുന്ന പോലത്തെ ഒരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് അത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ടിപ്പ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ബാഡ് സ്മെല്ല് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാനുള്ള ടിപ്പാണ്. ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ചുരുട്ടിയെടുക്കുക. അതിൽ ലേശം വെള്ളം തെളിക്കുക. നമ്മൾ ഇതുപോലെ വെള്ളം തെളിച്ചിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പർ ഒരു ബൗൾ പോലെ ആക്കിയിട്ട് ഒന്ന് ചുരുട്ടിയിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ എവിടെയാണ് ബാഡ് സ്മെല്ല് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ബാഡ് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പാറൊക്കെ കാച്ചാനായിട്ട് കടുകും മുളകും പൊട്ടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കഴിഞ്ഞിട്ടാണ് മുളക് അന്വേഷിച്ച് പോവുക. അപ്പോഴേക്കും കടുക് കരിഞ്ഞുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് വറ്റൽമുളക് എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സിസർ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു ബോട്ടിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് കടുകിൻ്റെ അടുത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാമ്പാറൊക്കെ കാച്ചുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കടുകിൻ്റെ ഒപ്പം തന്നെ മുളകും നമുക്ക് എടുത്തിട്ട് ഇടാൻ പറ്റും. പൊട്ടിച്ചിട്ടിട്ടുള്ളതുകൊണ്ട് എളുപ്പമല്ല, അതിൽ നിന്ന് എടുത്ത് ഇടല്ലേ വേണ്ടു. പിന്നെ ആ നേരത്ത് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഈസിയാണ്. ബിഗിനേഴ്സിനൊക്കെ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യുക. അപ്പോൾ കടുക് കരിഞ്ഞു പോവുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല.
അടുത്ത ടിപ്പ് കുക്കറിൻ്റെ മൂടിയുടെയോ അല്ലെങ്കിൽ കുക്കറിൻ്റെ തന്നെയായാലും പിടിയൊക്കെ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് പഴയതാകുമ്പോൾ ലൂസാവും. അപ്പോൾ ലൂസാകുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്താലും പിന്നെ ലൂസായിട്ട് വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ആദ്യം നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് സ്ക്രൂ ഇതുപോലെ ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ. അഴിച്ചെടുത്ത ശേഷം ആ ഒരു സ്ക്രൂവിൽ ലേശം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കാനും പിന്നെ കുറച്ചൊരു കട്ടി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. സ്ക്രൂവിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ തേയ്മാനമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് നൂലും കൂടെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ റിസൾട്ടായിരിക്കും. കുറച്ച് തേഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും നൂല് ചുറ്റുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. അതിനുശേഷം നമുക്ക് സാധാരണ പോലെ സ്ക്രൂ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാധാരണ പോലെ ആയിരിക്കില്ല. പിന്നെ പെട്ടെന്ന് ലൂസായിട്ട് വരില്ല. കുറേ നാളത്തേക്ക് അത് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ മീനോ ചിക്കനോ എന്തായാലും ഫ്രൈങ് പാനിൽ നിറച്ച് എണ്ണയായിരിക്കും. അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ വെച്ച് അത് കഴുകുന്ന സമയത്ത് സ്ക്രബ്ബറിലൊക്കെ ആകെ എണ്ണയാവും. പിന്നെ അടുത്ത പാത്രങ്ങളിലേക്കൊക്കെ സ്മെല്ല് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനും നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ആ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു ഫ്ലോർ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് വടിച്ചെടുക്കുക. അപ്പോൾ ആ എണ്ണമയം ഫുള്ളും ആ ഒരു പൊടിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്. അത് കളഞ്ഞിട്ട് സാധാരണ ഡിഷ് വാഷ് വെച്ചൊന്ന് കഴുകിക്കഴിഞ്ഞാൽ നല്ലോണം തന്നെ ക്ലീനായിട്ട് എണ്ണമയമൊക്കെ പോയി കിട്ടും. നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറിലും അധികം എണ്ണമയൊന്നും പിടിക്കത്തുമില്ല. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക്